ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നത് എങ്ങനെ, തിരുത്തലുകൾ വരുത്തുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനായി നമ്മൾ KSmart എന്ന സൈറ്റിലാണ് സന്ദർശിക്കേണ്ടത്. കുട്ടികൾ ജനിച്ച ഉടനെ നമ്മൾ ജനന സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അതിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അത് നമുക്ക് പിന്നീട് പേര് ഉൾപ്പെടുത്താനായിട്ടുള്ള സൗകര്യം KSmartലുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം KSmartൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പറും OTPയും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ മൊബൈൽ നമ്പർ, ആപ്ലിക്കൻറ്റിൻ്റെ മൊബൈൽ നമ്പർ, ഇപ്പോൾ കുട്ടിയുടെ ഫാദർ ആണെങ്കിൽ ഫാദറിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് KYC എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ടിക്ക് കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് പോവുക. ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. ആധാർ നമ്പർ കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ OTPയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. OTP കൊടുത്തതിന് ശേഷം വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഫെച്ചായി വരുന്നതാണ്. ഓക്കെ കൊടുക്കുക. പ്രൊസീഡ് കൊടുത്ത് സൈറ്റിൽ കയറുക. ഇപ്പോൾ നമുക്ക് ഇവിടെ KSmartൻ്റെ പേജിൽ മൈ ആപ്ലിക്കേഷൻ, ന്യൂ ആപ്ലിക്കേഷൻ അങ്ങനെ കുറേ മെനൂസ് മുകളിലുണ്ട്. അതിനകത്ത് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സിവിൽ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ബർത്ത് സർവീസ് കാണും. അവിടെ നമുക്ക് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ നോർമൽ സെർച്ച് എടുത്തിട്ട് നമ്മുടെ ലോക്കൽ ബോഡി നെയിമും ഡിസ്ട്രിക്റ്റും കുട്ടിയുടെ സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, മദറിൻ്റെ നെയിം എന്നിവ കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് അവിടെ കാണാം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അവിടെ ആക്ഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. അവിടെ അതിൽ പേര് ചേർത്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇടതുവശത്ത് നമുക്ക് എന്ത് തിരുത്തലാണോ വരുത്തേണ്ടത് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പേര് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നെയിം ഇൻക്ലൂഷൻ കറക്ഷൻ എന്നുള്ളതിലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാനും ഫാദറിൻ്റെ മദറിൻ്റെ പേര് മാറ്റാൻ, അഡ്രസ്സ് മാറ്റാൻ എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പേര് ചേർക്കാനുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൺഫേം കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ആപ്ലിക്കൻറ്റിന് റിലേഷൻഷിപ്പ് എന്താണ് കുട്ടിയുമായിട്ടുള്ളതെന്ന് കറക്റ്റായി കൊടുക്കണം. ഫാദർ ആണെങ്കിൽ ഫാദർ, നാഷണാലിറ്റി അവിടെ വന്നിട്ടുണ്ടാവും. ഫാദറിൻ്റെ ആധാർ നമ്പർ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും OTP കൊടുക്കേണ്ട സെക്ഷനുണ്ട്. OTP കൊടുത്ത് വെരിഫൈ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാദറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഫെച്ചായി വന്നിട്ടുണ്ട്. മൊബൈൽ നമ്പർ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇമെയിൽ IDയും കൊടുക്കാം. അഡ്രസ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് ആധാർ വെരിഫിക്കേഷനിലൂടെ ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആധാർ ഇൻക്ലൂഷൻ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അവിടെ നമ്മൾ ആധാർ കുട്ടിയുടെ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കില്ല. അത് സ്കിപ്പ് ചെയ്തോളുക. അടുത്ത സ്റ്റെപ്പിൽ നെയിം ഇൻക്ലൂഷൻ എന്നുണ്ട്. അവിടെ ഒരു പോപ്പപ്പ് മെനു വരുന്നത്. ഓക്കെ കൊടുത്തതിന് ശേഷം കുട്ടിയുടെ പേര് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. എഡിറ്റിൽ പ്രസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഓപ്ഷനിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നിവ ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യേണ്ടതാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ ഇൻപുട്ട് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അഡ്രസ്സിലോ മറ്റോ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോയിട്ട് ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് വന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സേവ് കൊടുക്കുമ്പോൾ കൺഫർമേഷൻ ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ പ്രിവ്യൂവിൽ നമുക്ക് പഴയ ജനന സർട്ടിഫിക്കറ്റും ഇപ്പോൾ നെയിം ആഡ് ചെയ്ത ജനന സർട്ടിഫിക്കറ്റിൻ്റെയും മോഡൽ കാണിക്കുന്നതാണ്. അതൊന്ന് കറക്റ്റായി ചെക്ക് ചെയ്ത് നെയിമെല്ലാം സ്പെല്ലിംഗ് എല്ലാം കറക്റ്റാണോ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ നമ്മൾക്ക് ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത്
മുന്നോട്ട് പോകാവുന്നതാണ്. പ്രൊസീഡ് കൊടുക്കുകയാണ്. ദെൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് ലഭിക്കും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് KSMART-ൽ നിന്നും തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കുന്നതും തിരുത്തുന്നതുമായ പ്രൊസീജിയർ. വളരെ എളുപ്പമാണ്, വളരെ ചുരുങ്ങിയ സമയത്തിൽ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.